സമയം അടുത്തു. വധുവിന്റെ വരവായി. പാർവതി ക്ഷേത്രത്തിൽ നിന്നും 1000 പൊൻതാലങ്ങൾ ഏന്തിയ ആളിമാരുടെ അകമ്പടിയോടും മേളവാദ്യഘോഷങ്ങളോടും വെടിപടഹാദികളോടും മംഗലധ്വനികളോടും കൂടി മന്ദം മന്ദം വരുന്ന വധുവിനെ കാണുവാൻ ആളുകൾ പാതയുടെ ഇരുവശങ്ങളിലും തിങ്ങിക്കൂടി. ആ ജനസമൂഹത്തിൽ നിന്നും അല്പം അകലെ ഒരു രഥത്തിൽ കൃഷ്ണനും വന്നിരിപ്പുണ്ടായിരുന്നു. ആളുകൾ അദ്ദേഹത്തെ കണ്ട്, നോക്കൂ, എന്തൊരു സുന്ദരനായ തരുണൻ! രാജകുമാരിക്ക് ഏറ്റവും യോജിച്ച ഭർത്താവ് അദ്ദേഹം തന്നെയാണ്. അതിനു പകരം കശ്മലനായ രുഗ്മി ദുരാത്മാവായ ശിശുപാലനെ കൊണ്ട് അനുജത്തിയെ വിവാഹം കഴിപ്പിക്കാൻ നിശ്ചയിച്ചത് എന്തൊരു കഷ്ടം എന്ന് പരസ്പരം മന്ത്രിച്ചു. ഘോഷയാത്ര വിവാഹ മണ്ഡപത്തിന് സമീപമെത്തി. ആ സമയം രഥാരൂഢനായി രമാപതി വൈദർഭിയുടെ അഭ്യർത്ഥനത്തിൽ വന്ന്, രുക്മിണി, ഇതാ നിന്റെ കൃഷ്ണൻ വന്നിരിക്കുന്നു, വരൂ പോകാം എന്ന് പറഞ്ഞ് ആ ലാവണ്യധാമത്തെ എടുത്ത് സ്യന്ധനത്തിൽ ഇരുത്തി അത് പിന്നോക്കം പായിച്ചു. അതോടുകൂടി സർവത്ര ബഹളമായി. പെണ്ണിനെ കട്ട കള്ളനെ പിടിക്കണം, നമ്മൾ ഇത്രയും പേർ നോക്കിയിരിക്കെ നമ്മുടെ മൂക്കിന് താഴെ വന്ന് ഒരു കള്ളൻ കന്യകയെ തട്ടിക്കൊണ്ടുപോകയോ? ആ പർവ്വതത്തിന്റെ മുകളിൽ കിടന്ന് അവൻ വെന്തെരിഞ്ഞു ചത്തുപോയില്ലേ? ഇല്ലേ? ഏതായാലും ഇനിമേൽ അവനെ പൊളയ്ക്കാൻ സമ്മതിക്കരുത്. ഇന്ന് അവനെ കൊണ്ട് പെണ്ണിനെ വീണ്ടെടുക്കണം. എടുക്കിൻ, എല്ലാവരും ആയുധം! ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മാഗധൻ മറ്റു രാജാക്കന്മാരോടും സൈന്യങ്ങളോടും കൂടി മാധവരഥത്തെ പിന്തുടർന്നു. വിവാഹവേദിയിൽ നിന്നും വാശിയോടും വൈരാഗ്യത്തോടും കൂടി ശിശുപാലനും ഓടിയടുത്തു. കൃഷ്ണൻ ഒറ്റയ്ക്ക് അവരോടെല്ലാം എതിർത്തു. രഥത്തിനുള്ളിൽ പേടിച്ചു വിറച്ചുകൊണ്ടിരുന്ന രുക്മിണിയെ ഇടയ്ക്കിടെ അദ്ദേഹം സമാധാനപ്പെടുത്തി. നീ ഒട്ടും ഭയപ്പെടേണ്ട, ഇവരോടെല്ലാം എതിർക്കാൻ ഞാൻ ഒരാൾ മാത്രം മതി.